ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ +2-ലെ ഹിസ്റ്ററി ചാപ്റ്റർ 12 മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. നമുക്ക് എല്ലാ PSC എന്നല്ല, എല്ലാ കോമ്പറ്റേറ്റീവ് എക്സാമിനും ഒഴിച്ചുകൂടാൻ വയ്യാത്തൊരു ടോപ്പിക്കാണ് മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവും. അത് നമ്മൾ NCERT ലെവലിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒട്ടുമിക്ക ക്വസ്റ്റിനും ആൻസർ ചെയ്യാൻ സാധിക്കും. അതുമല്ല, ഇന്ന് 2025 ജനുവരി 30, അതായത് മഹാത്മാഗാന്ധി രക്തസാക്ഷിത്വം വഹിച്ചിട്ട് 77 വർഷം ആയിരിക്കുകയാണ്. അപ്പോൾ അന്ന് തന്നെ നമുക്ക് മഹാത്മാഗാന്ധിയുടെയും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ പഠിക്കാമെന്ന് വിചാരിച്ചു. നമുക്ക് ചാപ്റ്ററിലോട്ട് കടക്കാം. സിവിൽ നിയമലംഘനവും അതിനപ്പുറവും. ഒരു നേതാവിൻ്റെ വരവറിയിപ്പ്. 2 ദശാബ്ദക്കാലത്തെ വിദേശവാസത്തിന് ശേഷം മഹാത്മാഗാന്ധി ഇന്ത്യയിലേക്ക് മടങ്ങിയെത്തിയത്, അതെല്ലാവർക്കും അറിയാവുന്ന ഡേറ്റാണ്, 1915 ജനുവരി. ഗാന്ധിജി തൻ്റെ സത്യാഗ്രഹം എന്ന അഹിംസയിൽ അധിഷ്ഠിതമായ സമരരീതിക്ക് രൂപം നൽകിയത് ദക്ഷിണാഫ്രിക്കയിൽ വെച്ചായിരുന്നു. ആ മഹാത്മാവിനെ രൂപപ്പെടുത്തിയത് ദക്ഷിണാഫ്രിക്കയാണ് എന്ന ഗാന്ധിജിയെക്കുറിച്ച് രേഖപ്പെടുത്തിയ ചരിത്രകാരനാണ് ചന്ദ്രൻ ദേവനേശൻ. അത് ചോദിക്കുന്നതാണ്, നമ്മളധികം കേട്ടിട്ടില്ലാത്തൊരു പേരാണ് ചന്ദ്രൻ ദേവനേശൻ. മഹാത്മാഗാന്ധി 1915 മടങ്ങിയെത്തുമ്പോഴുള്ള ഇന്ത്യയുടെ അവസ്ഥ 1893 അദ്ദേഹം വിദേശത്ത് പോകുമ്പോൾ നിലനിന്നിരുന്നതിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു. 1905 1907 സ്വദേശി പ്രസ്ഥാനത്തോടെ മധ്യവർഗക്കാരുടെ ഇടയിലേക്കും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സ്വാധീനം വളരെയധികം വ്യാപിച്ചിരുന്നു. ഈ പ്രസ്ഥാനം നെടുംതൂണുകളായി ചില നേതാക്കന്മാരെ മുൻനിരയിലേക്ക് കൊണ്ടുവന്നിരുന്നു. മഹാരാഷ്ട്രയിൽ നിന്നുള്ള ബാലഗംഗാധര തിലകനും ബംഗാളിൽ നിന്നുള്ള ബിപിൻ ചന്ദ്രപാലും പഞ്ചാബിൽ നിന്നുള്ള ലാലാ ലജ്പത് റായിയുമായിരുന്നു അവരിൽ പ്രധാനികൾ. അപ്പോൾ അതൊന്ന് നോട്ട് ചെയ്തേക്കണം. ഈ 3 പേരും അറിയപ്പെട്ടിരുന്നത് ലാൽ, ബാൽ, പാൽ എന്നാണ്. കോളനി ഭരണത്തിനെതിരെ തീവ്രമായ വിരോധ സമീപനം ഇവർ സ്വീകരിച്ചപ്പോൾ മൃദു സമീപനവും അനുനയ രീതിയും പിന്തുടർന്ന മിതവാദികൾ എന്നൊരു വിഭാഗവും ഇവിടെ ഉണ്ടായിരുന്നു. മിതവാദികളുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്ന പ്രമുഖരായിരുന്നു ഗോപാലകൃഷ്ണ ഗോഖലെ, മുഹമ്മദ് അലി ജിന്ന. ഗാന്ധിജിയുടെ രാഷ്ട്രീയ മാർഗദർശിയാണ് ഗോപാലകൃഷ്ണ ഗോഖലെ. ഗുജറാത്തിൽ ജനിച്ച് ലണ്ടനിൽ പരിശീലനം നേടിയ അഭിഭാഷകനായിരുന്നു മുഹമ്മദ് അലി ജിന്ന. ഗോഖലെയുടെ ഉപദേശപ്രകാരം ഇന്ത്യയുടെ മണ്ണിനെയും മനുഷ്യരെയും മനസ്സിലാക്കാൻ ഗാന്ധിജി 1 വർഷക്കാലം ബ്രിട്ടീഷ് ഇന്ത്യയിൽ ചുറ്റി സഞ്ചരിച്ചു. ഗാന്ധിജി ആദ്യം പങ്കെടുത്ത പൊതുപരിപാടിയാണ് ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന വേദി, 1916 ഫെബ്രുവരി. അത് എക്സാമിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈ പരിപാടിയിലെ ക്ഷണിതാക്കളിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ സ്ഥാപനത്തിൻ്റെ സംഭാവനകൾ നൽകിയ നാട്ടുരാജാക്കന്മാരും ആനി ബെസന്റിനെ പോലെയുള്ള കോൺഗ്രസിലെ ചില നേതാക്കന്മാരും ഉണ്ടായിരുന്നു. ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിനെ ഗാന്ധിജി വിശേഷിപ്പിച്ചത് ഏറ്റവും ആകർഷകമായ പരിപാടി എന്നാണ്. ഇന്ത്യക്കാരുടെ പണം ഉപയോഗിച്ച് ഇന്ത്യക്കാരുടെ സംരംഭകത്വത്തിൽ ആരംഭിച്ച ദേശീയ സർവകലാശാല എന്ന് രേഖപ്പെടുത്തിയ സർവകലാശാലയാണ് ബനാറസ് ഹിന്ദു സർവകലാശാല. പക്ഷേ ധനികരായ പ്രഭുക്കന്മാരുടെ സാന്നിധ്യവും ദശലക്ഷക്കണക്കിനുള്ള പാവപ്പെട്ടവരുടെ അസാന്നിധ്യവും തമ്മിലുള്ള അന്തരത്തിൽ അദ്ദേഹം ആശങ്ക പ്രകടിപ്പിച്ചു. ഈ പരിപാടിയിൽ ക്ഷണിക്കപ്പെട്ട കുലീനരോടായിരുന്നു ഗാന്ധി പറഞ്ഞത്, നിങ്ങൾ അണിഞ്ഞിരിക്കുന്ന ആടയാഭരണങ്ങൾ സ്വയം പൊട്ടിച്ച് അവ നിങ്ങളുടെ സ്വദേശീയർക്കായി ചേർത്ത് വയ്ക്കും വരെ ഇന്ത്യക്ക് മോചനം ലഭിക്കില്ല. കർഷകരിൽ നിന്ന് അവരുടെ കഠിനാധ്വാനത്തിൻ്റെ ഗുണഫലത്തിൻ്റെ ഭൂരിഭാഗവും നമ്മൾ കൈക്കലാക്കാൻ മറ്റുള്ളവരെ അനുവദിക്കുകയോ ചെയ്യുകയാണെങ്കിൽ നമ്മളിൽ സ്വയംഭരണത്തിൻ്റെ വീര്യമുണ്ടാവുകയില്ല. നമ്മുടെ മോചനം കർഷകനിലൂടെ മാത്രമേ സാധ്യമാവുകയുള്ളൂ. അഭിഭാഷകരോ ഡോക്ടർമാരോ സമ്പന്നരായ ഭൂവുടമകളോ അത് നേടിത്തരാൻ പോകുന്നില്ല. സത്യാഗ്രഹ ആശയങ്ങൾ പഠിപ്പിക്കുന്നതിന് വേണ്ടി അഹമ്മദാബാദിലെ സബർമതി നദിക്കരയിൽ ഗാന്ധിജി സബർമതി ആശ്രമം സ്ഥാപിച്ചത് 1916 ആണ്. 1916 ഡിസംബറിൽ ലക്നൌവിൽ വെച്ച് നടന്ന കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനത്തിൽ ബീഹാറിലെ ചമ്പാരനിൽ നിന്നുള്ള ഒരു കർഷകൻ അദ്ദേഹത്തെ സമീപിക്കുകയും ബ്രിട്ടീഷുകാരായ നീലം തോട്ടമുടമകളിൽ നിന്ന് കർഷകർ അനുഭവിക്കുന്ന കഠിന ദുരിതത്തെ അറിയുകയും ചെയ്തു. ഈ ഫോട്ടോയിൽ കണ്ടോ, മഹാത്മാഗാന്ധി കറാച്ചിയിൽ 1916.
നെക്സ്റ്റ് ചമ്പാരൻ അഹമ്മദാബാദ് ഖേദ സത്യാഗ്രഹത്തെക്കുറിച്ചാണ് പറയുന്നത്. നോക്കാം. ഇന്ത്യയിലെ ഗാന്ധിജിയുടെ ആദ്യ സത്യാഗ്രഹ പരീക്ഷണമാണ് ചമ്പാരൻ സത്യാഗ്രഹം. അത് എന്നാണ് 1917. കർഷകർക്ക് പാട്ടവ്യവസ്ഥയിൽ സംരക്ഷണം ഉറപ്പാക്കുന്നതിനും അവർ ഇഷ്ടാനുസരണം തിരഞ്ഞെടുക്കുന്ന വിളകൾ കൃഷി ചെയ്യുന്നതിനുമുള്ള സ്വാതന്ത്ര്യത്തിനും വേണ്ടിയാണ്. ഏതാണ്ട് 1917 മുഴുവനും ഗാന്ധി ചമ്പാരനിൽ ചെലവഴിച്ചു. അത് ചിലപ്പം എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ളൊരു പോയിൻ്റാണ്. എന്തിനു വേണ്ടിയായിരുന്നു ചമ്പാരൻ സത്യാഗ്രഹം എന്നുള്ളത്, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കണം. ഒടുവിൽ ഗവൺമെൻറ് ഒരു അന്വേഷണ കമ്മീഷനെ നിയോഗിക്കുകയും കർഷകരുടെ ഭൂരിഭാഗം പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ടെത്തുകയും ചെയ്തു. 1918 അഹമ്മദാബാദിലെ തുണിമിൽ തൊഴിലാളികളുടെ വേതന വർധനവ് ആവശ്യപ്പെട്ടിട്ടുള്ള സമരത്തിലും ഗുജറാത്തിലെ ഖേദയിലെ കർഷകർക്ക് ഭൂനികുതിയിൽ ഇളവ് അനുവദിക്കുന്ന പ്രശ്നത്തിൽ ഗാന്ധിജിയുടെ ശക്തമായ ഇടപെടൽ മൂലം പരിഹാരമുണ്ടായി. അപ്പം അഹമ്മദാബാദ് തുണിമിൽ സമരവും ഖേദയിലെ കർഷകർക്കുള്ള ഭൂനികുതിയെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തോണം. 1914 1918 മഹായുദ്ധകാലത്ത് ബ്രിട്ടീഷ് ഗവൺമെൻറ് പത്രങ്ങളുടെ മേൽ സെൻസർഷിപ്പ് ഏർപ്പെടുത്തിയിരുന്നു. ജനങ്ങളുടെ ചെറുത്തുനിൽപ്പുകളെ അടിച്ചമർത്തുന്നതിന് വേണ്ടി 1919 ബ്രിട്ടീഷ് ഗവൺമെൻറ് റൗലറ്റ് നിയമം പാസാക്കി. ഏതൊരു വ്യക്തിയെയും വിചാരണ കൂടാതെ അറസ്റ്റ് ചെയ്യാനും തടങ്കലിൽ വെക്കാനും അധികാരമാണ് റൗലറ്റ് നിയമം. സർ സിഡ്നി റൗലറ്റ് ചെയർമാനായുള്ള കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ് റൗലറ്റ് നിയമം നടപ്പിലാക്കിയത്. റൗലറ്റ് നിയമത്തിനെതിരെ ഗാന്ധി ശക്തമായി പ്രതിഷേധിക്കുകയും രാജ്യവ്യാപകമായ പ്രക്ഷോഭങ്ങൾക്കും ബന്ദിനും ആഹ്വാനം ചെയ്യുകയും ചെയ്തു. ഗാന്ധിജിയെ ഒരു ദേശീയ നേതാവാക്കി മാറ്റിയത് റൗലറ്റ് സത്യാഗ്രഹമാണ്. റൗലറ്റ് നിയമത്തിനെതിരെയുള്ള പ്രതിഷേധങ്ങളിൽ ഏറ്റവും ശക്തമായിരുന്നു 1919 ജാലിയൻ വാലാബാഗ് ദുരന്തം. ജാലിയൻ വാലാബാഗ് കൂട്ടക്കൊല. ദേശീയ നേതാക്കന്മാരായിരുന്ന ഡോക്ടർ സൈഫുദ്ദീൻ കിച്ചിലു, ഡോക്ടർ സത്യപാൽ എന്നിവരെ അകാരണമായി അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് 1919 ഏപ്രിൽ 13 വലിയൊരു ജനക്കൂട്ടം പഞ്ചാബിലെ അമൃത്സറിൽ തടിച്ചുകൂടി. അമൃത്സറിലെ പട്ടാള മേധാവിയായിരുന്ന ജനറൽ ഡയർ വൻ സൈന്യവുമായി വന്ന് നിരായുധരായ ഈ ജനക്കൂട്ടത്തിനെതിരെ നിറയൊഴിച്ചു. ദേശീയവാദികളുടെ യോഗത്തിന് നേരെ ഒരു ബ്രിട്ടീഷ് ബ്രിഗേഡിയർ വെടിവയ്ക്കാൻ ഉത്തരവിട്ടതിലൂടെ രക്തരൂഷിതമായി കലാശിക്കുകയും ചെയ്തു. ഇതിൽ 400-ലേറെ പേർ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തു. നെക്സ്റ്റ് നിസ്സഹകരണ പ്രസ്ഥാനത്തെക്കുറിച്ചാണ്. അത് ബുക്കിൽ നല്ല ക്ലിയർ ആയിട്ട് കിട്ടുന്നില്ല, എന്നാലും ഞാൻ പറയാം. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നമുക്ക് എക്സ്ട്രാ പോയിൻറ്റ്സ് കിട്ടുമെന്നാണ് നോക്കുന്നത്. ഗാന്ധിജി ബ്രിട്ടീഷ് ഗവൺമെൻറ്റിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം ആരംഭിക്കുന്നതിനായി പ്രഖ്യാപിച്ച കോൺഗ്രസിൻ്റെ വാർഷിക സമ്മേളനമാണ് നാഗ്പൂർ സമ്മേളനം 1920 ഡിസംബറിൽ. റൗലറ്റ് സത്യാഗ്രഹത്തിൻ്റെ വിജയത്തിൽ നിന്ന് ഊർജം ഉൾക്കൊണ്ടാണ് ബ്രിട്ടീഷ് ഭരണത്തിനോട് നിസ്സഹകരണത്തിന് ഗാന്ധി ആഹ്വാനം ചെയ്തത്. ഇതെല്ലാ പോയിൻറ്റ്സ് ഇമ്പോർട്ടൻ്റ് ആണ്. നിസ്സഹകരണ പ്രസ്ഥാനത്തിൻ്റെ ലക്ഷ്യങ്ങളാണ്: പഞ്ചാബ് പ്രശ്നത്തിന് പരിഹാരം കാണുക, സ്വരാജ് സ്വദേശി പ്രസ്ഥാനങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ബ്രിട്ടീഷ് നിർമ്മിത വസ്തുക്കൾ ബഹിഷ്കരിക്കുക, ദേശീയ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക, നികുതി നൽകാതിരിക്കുക. ഈ 5 പോയിൻ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കണം. ഇനി നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് നിരവധി സ്ത്രീകൾ സമരരംഗത്തേക്ക് കടന്നു വന്നു. വിദേശ വസ്ത്രങ്ങൾ ബഹിഷ്കരിക്കുകയും സ്വദേശി ഉൽപ്പന്നങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഈ പ്രക്ഷോഭം കൂടുതൽ വിപുലപ്പെടുത്തുന്നതിനായി തുർക്കി ഭരണാധികാരിയായ കെമാൽ അത്താതുർക്ക് പിൽക്കാലത്ത് ഇല്ലാതാക്കിയ ഇസ്ലാമികതയുടെ മുഴുവൻ പ്രതീകമായ ഖലീഫ ഭരണവ്യവസ്ഥ പുനഃസ്ഥാപിക്കാൻ വേണ്ടി പ്രവർത്തിക്കുന്ന ഖിലാഫത്ത് പ്രസ്ഥാനവുമായി ഗാന്ധിജി കൈകോർത്തു. ഒരു ജനകീയ പ്രസ്ഥാനത്തെ തുന്നിച്ചേർക്കുന്നു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായി കൂട്ടിയിണക്കുന്നതിലൂടെ ഇന്ത്യയിലെ 2 പ്രബല മതസമൂഹങ്ങളായ ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നു ചേർന്നു എന്നാണ് അവർ പറയാൻ ഉദ്ദേശിക്കുന്നത്. നമുക്ക് ഈ ബോക്സ് കൂടെ നോക്കിയിട്ട് അതിലോട്ട് കിടക്കാം. ഖിലാഫത്ത് പ്രസ്ഥാനം മുഹമ്മദ് അലിയും ഷൗക്കത്ത് അലിയും നയിച്ച ഇന്ത്യൻ മുസ്ലിങ്ങളുടെ ഒരു പ്രസ്ഥാനമായിരുന്നു ഖിലാഫത്ത് പ്രസ്ഥാനം 1919-20 കാലഘട്ടത്തിൽ. അപ്പോൾ എന്താ ഖിലാഫത്ത് പ്രസ്ഥാനം എന്ന് അറിഞ്ഞിരിക്കണല്ലോ. ഖിലാഫത്ത് പ്രസ്ഥാനം ഉന്നയിച്ച ആവശ്യങ്ങളാണ്: പഴയ ഓട്ടോമൻ സാമ്രാജ്യത്തിൻ്റെ പരിധിയിൽ വരുന്ന മുസ്ലിം പുണ്യസ്ഥലങ്ങൾ മുൻപത്തെ പോലെ തുർക്കി സുൽത്താൻ്റെ അഥവാ ഖലീഫയുടെ നിയന്ത്രണത്തിന് കീഴിൽ നിലനിർത്തണം. അതായിരുന്നു അവരുടെ ആദ്യത്തെ ആവശ്യം. നെക്സ്റ്റ്, അറേബ്യ, സിറിയ, ഇറാഖ്, പലസ്തീൻ എന്നിവ ഉൾപ്പെടുന്ന ജസീറത്ത് ഉൽ അറബ്, അറേബ്യ, സിറിയ, ഇറാഖ്, പലസ്തീൻ നിർബന്ധമായും
അവർ നിർബന്ധമായും മുസ്ലിം പരമാധികാരത്തിൻ്റെ കീഴിൽ നിൽക്കണം. ഖലീഫയ്ക്ക് ഇസ്ലാമിക വിശ്വാസം സംരക്ഷിക്കുന്നതിനാവശ്യമായ മതിയായ പ്രദേശങ്ങൾ അനുവദിക്കണം. കോൺഗ്രസ് ഈ പ്രസ്ഥാനത്തെ പിന്തുണയ്ക്കുകയും ഗാന്ധിജി ഇതിനെ നിസ്സഹകരണ പ്രസ്ഥാനവുമായി സംയോജിപ്പിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്തു. ഹിന്ദു മുസ്ലിം ഐക്യം ഊട്ടിയുറപ്പിക്കാനുള്ള ഒരു സുവർണ അവസരമായിട്ടാണ് ഗാന്ധിജി ഇതിനെ കണ്ടത്. ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒന്നിച്ചു ചേർന്ന് ബ്രിട്ടീഷ് ഭരണത്തിൻ്റെ അന്ത്യം കുറിക്കാനാകുമെന്ന് ഗാന്ധി വിശ്വസിച്ചു. അങ്ങനെ ഖിലാഫത്ത് പ്രസ്ഥാനവുമായിട്ട് ചേർന്നു. ഔദ്യോഗിക കണക്കുകൾ പ്രകാരം 1921 70 ദശലക്ഷം തൊഴിൽ ദിനങ്ങൾ നഷ്ടപ്പെടുത്തി 6 ലക്ഷത്തോളം തൊഴിലാളികൾ പങ്കെടുത്ത 396 പണിമുടക്കുകൾ നടന്നു. വടക്കൻ ആന്ധ്രയിലെ ഗിരിവർഗക്കാർ വനനിയമങ്ങൾ ലംഘിച്ചു. അവധിലെ കർഷകർ നികുതികൾ നൽകിയില്ല. കുമയൂണിലെ കർഷകർ കോളനി അധികൃതരുടെ സാധനങ്ങൾ ചുമക്കാൻ വിസമ്മതിച്ചു. പ്രതിരോധമില്ലാത്തവരായി തീരുകയും ജനക്കൂട്ടത്തിൻ്റെ കാരുണ്യത്തിലേക്ക് സ്വയം എടുത്തെറിയുകയും ചെയ്ത മനുഷ്യരെ കൊലപ്പെടുത്തിയത് ഒരു പ്രകോപനത്തിനും ന്യായീകരിക്കാൻ കഴിയുകയില്ല എന്ന് ഗാന്ധിജിയാണ് അഭിപ്രായപ്പെട്ടത്. ആ കോട്ടിങ് ഓർത്തോണെ. നിസ്സഹകരണം ഇന്ത്യയുടെയും മഹാത്മാഗാന്ധിയുടെയും ജീവിതത്തിൻ്റെ ഐതിഹാസികമായ ഒരു യുഗമായി മാറി. സമാധാനത്തെ സംബന്ധിച്ചിടത്തോളം നിസ്സഹകരണം നിഷേധാത്മകം ആയിരുന്നുവെങ്കിലും കാര്യക്ഷമമായിരുന്നു എന്നത് സംശയാതീതമാണ്. നിഷേധം, ത്യാഗം, ആത്മനിയന്ത്രണം എന്നിവയെ പ്രക്ഷോഭം സാധൂകരിച്ചു. സ്വയം ഭരണത്തിൻ്റെ പരിശീലനമായിരുന്നു അത് എന്ന് പറഞ്ഞ ലൂയിസ് ഫിഷറാണ്. ഈ കോട്ടിങ് ഇമ്പോർട്ടൻ്റ് ആണ്, NCERT ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്. നിങ്ങൾ അത് നോട്ട് ചെയ്ത് പഠിച്ചോണം. ഉത്തർപ്രദേശിലെ ഗോരഖ്പൂർ ജില്ലയിലെ ചൗരിചര ഗ്രാമത്തിൽ അക്രമാസക്തരായ ജനക്കൂട്ടം അവിടുത്തെ പോലീസ് സ്റ്റേഷൻ തീവയ്ക്കുകയും 21 പോലീസ് ഉദ്യോഗസ്ഥർ തൽക്ഷണം വെന്തുമരിക്കുകയും ചെയ്ത സംഭവം നടന്നത് 1922 ഫെബ്രുവരിയിലാണ്. ഈ സംഭവത്തെ തുടർന്ന് ഗാന്ധിജി നിസ്സഹകരണ പ്രസ്ഥാനം പിൻവലിച്ചു. നിസ്സഹകരണ പ്രസ്ഥാനത്തെ തുടർന്ന് രാജ്യദ്രോഹം ചുമത്തി ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്തത് 1922 മാർച്ചിലാണ്. ഗാന്ധിജിയുടെ വിചാരണ നടപടികൾ നേതൃത്വം നൽകിയത് ജസ്റ്റിസ് CN ബ്രൂംഫീൽഡാണ്. ഇതൊക്കെ NCERTയിലുള്ള കേട്ടോ. 1924 ഫെബ്രുവരിയിൽ ഗാന്ധി ജയിൽ മോചിതനാവുകയും തുടർന്ന് വീടുകളിൽ ഉണ്ടാക്കുന്ന വസ്ത്രങ്ങളുടെ, അതായത് ഖാദിയുടെ പ്രചരണത്തിലും ഐത്തോച്ചാരണത്തിൻ്റെ പ്രവർത്തനങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും ചെയ്തു. ഇനി ജനങ്ങളുടെ നേതാവ്, എ പീപ്പിൾസ് ലീഡർ. 1922 ആയപ്പോഴേക്കും 1916 ഫെബ്രുവരിയിൽ ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ നടത്തിയ പ്രസംഗത്തിലെ വാക്കു പാലിച്ചുകൊണ്ട് ഗാന്ധിജി ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തെ മാറ്റിമറിച്ചിരുന്നു. മറ്റ് ദേശീയ നേതാക്കൾ ഔപചാരികമായ വേഷമായി പാശ്ചാത്യരുടെ കോട്ടും ബെദ്ഗാല പോലുള്ള മുന്തിയ തരം വസ്ത്രങ്ങൾ ധരിച്ചപ്പോൾ ഒരു സാധാരണ ധോത്തിയോ അരവസ്ത്രമോ മാത്രം ധരിച്ചുകൊണ്ട് ഗാന്ധിജി ജനങ്ങൾക്കിടയിലേക്ക് ഇറങ്ങിച്ചെന്നു. അതിനിടെ അദ്ദേഹം ഓരോ ദിവസവും നിശ്ചിത സമയം നൂൽനൂൽപ്പ് ചർക്ക ഉപയോഗിക്കുകയും മറ്റ് ദേശീയ നേതാക്കന്മാരെ അതുപോലെ ചെയ്യാൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു. ഇനി നെക്സ്റ്റ് വൺ ഉപ്പു സത്യാഗ്രഹമാണ്. 1929 കോൺഗ്രസ് വാർഷിക സമ്മേളനം നടന്നത് ലാഹോറിലാണ്. ഈ സമ്മേളനം 2 കാര്യങ്ങളാൽ ശ്രദ്ധേയമായിരുന്നു. ജവഹർലാൽ നെഹ്റുവിനെ കോൺഗ്രസിൻ്റെ പ്രസിഡന്റായി തെരഞ്ഞെടുത്തുകൊണ്ട് കോൺഗ്രസ് നേതൃത്വത്തിൻ്റെ ചെങ്കോൽ യുവതലമുറയിലേക്ക് കൈമാറുന്നതിനെ സൂചിപ്പിച്ചത്. സെക്കൻഡ് വൺ പൂർണ്ണ സ്വരാജ് അഥവാ പൂർണ്ണ സ്വാതന്ത്ര്യത്തോടു പ്രതിജ്ഞാബദ്ധതയുടെ പ്രഖ്യാപനവും ആയിരുന്നു അവ. വിവിധ വേദികളിൽ ദേശീയ പതാക ഉയർത്തിക്കൊണ്ടും ദേശഭക്തി ഗാനങ്ങൾ ആലപിച്ചുകൊണ്ടും 1930 ജനുവരി 26 സ്വാതന്ത്ര്യദിനമായി ആചരിച്ചു. ഈ സ്വാതന്ത്ര്യദിനാചരണം കഴിഞ്ഞയുടനെ ബ്രിട്ടീഷ് ഇന്ത്യയിൽ ഏറ്റവും അധികം വെറുക്കപ്പെടുന്ന നിയമമായ ഉപ്പുണ്ടാക്കാനും വിൽപ്പന നടത്താനുമുള്ള കുത്തക ഗവൺമെൻറ്റിന് നൽകിയ നിയമം ലംഘിക്കാനായി താൻ ഒരു സമരയാത്ര നടത്താൻ പോവുകയാണെന്ന് മഹാത്മാഗാന്ധി പ്രഖ്യാപിച്ചു. ഗാന്ധിജി ആരംഭിച്ച രണ്ടാമത്തെ പ്രധാന സമര പരിപാടി 1930 സിവിൽ നിയമലംഘന പ്രസ്ഥാനവും അതിൻ്റെ ഭാഗമായി ആരംഭിച്ച ഉപ്പു സത്യാഗ്രഹവുമാണ്. ഗാന്ധിജി ഉപ്പു സത്യാഗ്രഹത്തെക്കുറിച്ച് വൈസ്രോയായ ഇർവിൻ പ്രഭുവിന് മുൻകൂർ നോട്ടീസ് നൽകിയിരുന്നുവെങ്കിലും ഈ പ്രവൃത്തിയുടെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിൽ ഇർവിൻ പരാജയപ്പെട്ടു. ഉപ്പ് നിയമം ലംഘിക്കുന്നതിനായി സബർമതി ആശ്രമത്തിൽ നിന്ന് ഗാന്ധിജി ദണ്ഡി യാത്ര ആരംഭിച്ചു. 1930 മാർച്ച് 12 സബർമതിയിൽ നിന്ന് ആരംഭിച്ച ഈ യാത്ര ദണ്ഡി കടപ്പുറത്ത് എത്തിച്ചേർന്ന് 1930 ഏപ്രിൽ 6 ചരിത്രത്തിലെ ഏറ്റവും വലിയ സിവിൽ നിയമലംഘന പരിപാടിയായി ഈ സംഭവത്തെ കണക്കാക്കുന്നു. ഉപ്പു സത്യാഗ്രഹത്തിൻ്റെ
തുടക്കത്തിൽ ഗാന്ധിജിയുടെ ആകാരത്തെ പരിഹസിക്കുകയും മെലിഞ്ഞ ശരീരവും ചിലന്തിവല പോലത്തെ വസ്ത്രവും എന്ന് പുച്ഛിക്കുകയും ചെയ്ത അമേരിക്കൻ വാർത്താ മാസികയാണ് ടൈം മാസിക. അതൊന്ന് നോട്ട് ചെയ്യണം. എന്നാൽ ഒരാഴ്ചക്കുള്ളിൽ ടൈമിൻ്റെ അഭിപ്രായം മാറുകയും ഗാന്ധിജിയെ പുണ്യവാളൻ എന്നും രാജ്യതന്ത്രജ്ഞൻ എന്നും അവർ വിശേഷിപ്പിക്കുകയും ചെയ്തു. സ്ത്രീകൾ വലിയ അളവിൽ പങ്കെടുത്ത ആദ്യത്തെ ദേശീയ സമരമാണ് ഉപ്പു സത്യാഗ്രഹം. പ്രക്ഷോഭങ്ങളെ പുരുഷന്മാരിൽ മാത്രം ഒരു ഒതുക്കാതെയും ഗാന്ധിജി പ്രേരിപ്പിച്ച സോഷ്യലിസ്റ്റ് പ്രവർത്തകയാണ് കമലാദേവി ചത്തോപാധ്യായ. അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഉപ്പു നിയമമോ മദ്യ നിയമമോ ലംഘിച്ച് സ്വയം അറസ്റ്റ് വരിച്ച അസംഖ്യം വനിതകളിൽ ഒരാളായിരുന്നു കമലാദേവി. കോളനി ഭരണം എന്നേക്കുമായി നിലനിൽക്കില്ലെന്ന് തിരിച്ചറിയാൻ അധികാരികളെ നിർബന്ധിച്ചതും ചില അധികാരങ്ങൾ ഇന്ത്യക്ക് നൽകേണ്ടി വരുമെന്ന് ബോധ്യപ്പെടുത്തിയത് ഉപ്പു സത്യാഗ്രഹമായിരുന്നു. വട്ടമേശ സമ്മേളനങ്ങൾ. ഒന്നാം വട്ടമേശ സമ്മേളനം നടന്നത് 1930 നവംബറിലാണ്. എന്നാൽ ഈ സമ്മേളനം നിഷ്ഫലമായി. സിവിൽ നിയമലംഘനം നിർത്തിവെക്കാൻ കാരണമായ സന്ധി ഗാന്ധി ഇർവിൻ സന്ധി. രണ്ടാം വട്ടമേശ സമ്മേളനം നടന്നത് 1931 ഇതിൽ ഗാന്ധിജി കോൺഗ്രസിനെ പ്രതിനിധീകരിച്ചു. എന്നിരുന്നാലും തൻ്റെ പാർട്ടി ഇന്ത്യയെ ഒന്നാകെ പ്രതിനിധീകരിക്കുന്നു എന്ന അദ്ദേഹത്തിൻ്റെ അവകാശവാദം പല വിഭാഗങ്ങളിൽ നിന്നുള്ള വെല്ലുവിളി നേരിട്ടു. തങ്ങൾ മുസ്ലിം ന്യൂനപക്ഷത്തിൻ്റെ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നു എന്ന് അവകാശപ്പെട്ട് മുസ്ലിം ലീഗും തങ്ങളുടെ പ്രദേശങ്ങളിൽ കോൺഗ്രസിന് യാതൊരു പങ്കുമില്ലെന്ന് പറഞ്ഞ് നാട്ടുരാജാക്കന്മാരും ഗാന്ധിജിയും കോൺഗ്രസും ഏറ്റവും താഴ്ന്ന ജാതിക്കാരെ പ്രതിനിധീകരിക്കുന്നില്ല എന്ന് BR അംബേദ്കറും വാദിച്ചു. ലണ്ടനിലെ ഈ സമ്മേളനം ഒരു ധാരണയും എത്താതെ അവസാനിക്കുകയും ഇന്ത്യയിൽ മടങ്ങിയെത്തിയ ഗാന്ധിജി സിവിൽ നിയമലംഘന പ്രസ്ഥാനം പുനരാരംഭിക്കുകയും ചെയ്തു. 1935 പുതിയ ഇന്ത്യ ഗവൺമെൻറ് നിയമം ഒരു പ്രാതിനിധ്യ സർക്കാർ രൂപീകരിക്കാനുള്ള വാഗ്ദാനം നൽകി. 2 വർഷങ്ങൾക്ക് ശേഷം നിയന്ത്രിത വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ നടന്ന ഒരു തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് സമഗ്ര വിജയം നേടി. 11 8 പ്രവിശ്യകൾക്കും ഒരു ബ്രിട്ടീഷ് ഗവർണറുടെ മേൽനോട്ടത്തിൻ്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കോൺഗ്രസ് പ്രധാനമന്ത്രിമാർ ഉണ്ടായി. കോൺഗ്രസ് മന്ത്രിസഭകൾ അധികാരമേറ്റ് 2 വർഷങ്ങൾക്ക് ശേഷം 1939 സെപ്റ്റംബറിൽ രണ്ടാം ലോകമഹായുദ്ധം പൊട്ടിപ്പുറപ്പെട്ടു. മഹാത്മാഗാന്ധിയും ജവഹർലാൽ നെഹ്റുവും ഹിറ്റ്ലറുടെയും നാസികളുടെയും ശക്തരായ വിമർശകരായിരുന്നു. അതുകൊണ്ട് തന്നെ യുദ്ധം അവസാനിക്കുമ്പോൾ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് ബ്രിട്ടൻ വാഗ്ദാനം നൽകുകയാണെങ്കിൽ പകരം ബ്രിട്ടീഷുകാരുടെ യുദ്ധശ്രമങ്ങൾക്ക് കോൺഗ്രസ് പിന്തുണ നൽകാം എന്ന് ഇവർ ഉറപ്പു നൽകി. ആ നിർദ്ദേശം നിരസിക്കപ്പെട്ടു. പ്രതിഷേധമായി 1939 ഒക്ടോബറിൽ കോൺഗ്രസ് മന്ത്രിസഭകൾ രാജിവെച്ചു. ഇതിനിടയിൽ ഉപഭൂഖണ്ഡത്തിലെ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങൾക്ക് സ്വയംഭരണം നൽകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് മുസ്ലിം ലീഗ് പ്രമേയം പാസാക്കിയത് 1940 മാർച്ചിലാണ്. നെക്സ്റ്റ് ക്വിറ്റ് ഇന്ത്യ. ക്രിപ്സ് ദൗത്യത്തിൻ്റെ പരാജയത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ മഹാത്മാഗാന്ധി ആരംഭിച്ച മൂന്നാമത്തെ പ്രക്ഷോഭമാണ് 1942 ക്വിറ്റ് ഇന്ത്യ പ്രക്ഷോഭം. ബ്രിട്ടീഷുകാരോട് ഉടൻ ഇന്ത്യ വിട്ടുപോകുക ആഹ്വാനം ചെയ്യുന്ന ക്വിറ്റ് ഇന്ത്യ പ്രമേയം പാസാക്കിയത് 1942 ഓഗസ്റ്റ് 8 ബോംബെയിൽ വെച്ച് കൂടിയ കോൺഗ്രസ് വാർഷിക സമ്മേളനത്തിലാണ്. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക, ഡു ഓർ ഡൈ എന്ന മുദ്രാവാക്യം ഗാന്ധിജി മുന്നോട്ട് വെച്ചത് ഈ സന്ദർഭത്തിലാണ്. എന്നാൽ പ്രക്ഷോഭം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ഗാന്ധിജി ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കന്മാരെയും ഗവൺമെൻറ് അറസ്റ്റ് ചെയ്തു. ഇതിനെ തുടർന്ന് ജനങ്ങൾ സ്വയം നേതൃത്വം ഏറ്റെടുത്തു. ജയപ്രകാശ് നാരായണനോട് പോലെയുള്ള കോൺഗ്രസിലുള്ള സോഷ്യലിസ്റ്റുകൾ ഒളിവിൽ നിന്നുകൊണ്ടുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളിൽ പ്രത്യേക ശ്രദ്ധ കേന്ദ്രീകരിച്ചവരായിരുന്നു. പടിഞ്ഞാറ് സത്താറയും കിഴക്ക് മെദിനിപുരും പോലെയുള്ള നിരവധി ജില്ലകളിൽ സ്വതന്ത്ര സർക്കാരുകൾ പ്രഖ്യാപിക്കപ്പെട്ടു. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിലേക്ക് പുറം ലോകത്തിൻ്റെ ശ്രദ്ധ തിരിക്കാൻ ക്വിറ്റ് ഇന്ത്യ സമരം സഹായിച്ചു. 1944 ജൂണിൽ യുദ്ധത്തിൻ്റെ അവസാനം കണ്ടു തുടങ്ങിയപ്പോൾ ഗാന്ധിജി ജയിലിൽ നിന്ന് മോചിക്കപ്പെട്ടു. ആ വർഷാവസാനം കോൺഗ്രസും ലീഗും തമ്മിലുള്ള വിടവ് നികത്താനായി ജിന്നയുമായി ഗാന്ധിജി ഒരു ചർച്ചാ പരമ്പരയിൽ നടത്തുകയുണ്ടായി. നൂറായിരക്കണക്കിന് സാധാരണക്കാരായ ഇന്ത്യക്കാരെ പ്രക്ഷോഭത്തിൻ്റെ പ്രവർത്തന പരിധിയിലേക്ക് കൊണ്ടുവന്ന ക്വിറ്റ് ഇന്ത്യ ഒരു യഥാർത്ഥ ബഹുജന പ്രസ്ഥാനം ആയിരുന്നു. മറ്റുള്ളവർ ഗാന്ധിജിക്ക് എഴുതിയ കത്തുകൾ അദ്ദേഹം പ്രസിദ്ധീകരിച്ചത് ഹരിജൻ പത്രത്തിലാണ്. സ്വാതന്ത്ര്യസമര കാലത്ത് തനിക്ക് ലഭിച്ച കത്തുകളെല്ലാം ചേർത്ത് എഡിറ്റ് ചെയ്ത് നെഹ്റു ഏതു പേരിലാണ് പ്രസിദ്ധീകരിച്ചത്? എ ബെഞ്ച് ഓഫ് ഓൾഡ് ലെറ്റേഴ്സ് എന്ന പേരിലാണ് നെഹ്റു അന്ന് പ്രസിദ്ധീകരിച്ചത്.
നെക്സ്റ്റ് ഒരു സൈഡ് ഹെഡിങ് ആണ് സത്താറ 1943. 19-ാം നൂറ്റാണ്ടിൻ്റെ അവസാനം മുതൽ ജാതി വ്യവസ്ഥയെയും ഭൂപ്രഭുത്വത്തെയും എതിർത്ത ഒരു ബ്രാഹ്മണേതര പ്രസ്ഥാനം മഹാരാഷ്ട്രയിൽ വികാസം പ്രാപിച്ചിരുന്നു. 1930-കളിൽ ഈ പ്രസ്ഥാനം ദേശീയ പ്രസ്ഥാനവുമായി ബന്ധം സ്ഥാപിച്ചു. 1943-ൽ മഹാരാഷ്ട്രയിലെ സത്താറ ജില്ലയിലെ ചില യുവ നേതാക്കന്മാർ സന്നദ്ധ പ്രവർത്തകരെയും സേവാദൾസ് എന്ന് പറയുന്നത് ഗ്രാമസംഘങ്ങളിലെ തൂഫാൻ ദൾസ് ചേർത്തുകൊണ്ട്, ആ രണ്ടുപേരും പുതിയതാണ്, സേവാദൾസും തൂഫാൻ ദൾസും ചേർത്തുകൊണ്ട് ഒരു സമാന്തര സർക്കാർ രൂപീകരിച്ചു. പ്രതി സർക്കാർ എന്നാണ് അറിയപ്പെടുന്നത്. അവർ ജനകീയ കോടതികൾ നടത്തുകയും ക്രിയാത്മക പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്തു. ഗവൺമെൻറ്റിൻ്റെ അടിച്ചമർത്തലുകളെയും പിന്നീട് കോൺഗ്രസിൻ്റെ വിസമ്മതത്തെയും അതിജീവിച്ചുകൊണ്ട് കുൻബി കർഷകരുടെ നേതൃത്വവും ദളിതരുടെ പിന്തുണയും ഉള്ള സത്താറയിലെ ഈ പ്രതി സർക്കാർ 1946-ലെ തെരഞ്ഞെടുപ്പ് വരെ പ്രവർത്തിച്ചു. 1945-ൽ ബ്രിട്ടനിൽ ഒരു തൊഴിലാളി സർക്കാർ അധികാരത്തിൽ വരികയും ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകുന്നതിൽ അവർ സ്വയം പ്രതിജ്ഞാബദ്ധരാവുകയും ചെയ്തു. അതേസമയം ഇന്ത്യയിലെ തിരികെ എത്തിയ വേവൽ പ്രഭു കോൺഗ്രസിനെയും ലീഗിനെയും ചേർത്തുകൊണ്ട് നിരവധി ചർച്ചകൾ നടത്തി. പക്ഷേ മുസ്ലിങ്ങൾക്കായി പ്രത്യേക സംവരണം ചെയ്യപ്പെട്ട മുഴുവൻ സീറ്റുകളിലും ലീഗ് അതിശക്തമായ ഭൂരിപക്ഷം നേടി. അതോടെ രാഷ്ട്രീയ ധ്രുവീകരണം പൂർത്തിയായി. പ്രവിശ്യകൾക്ക് ഒരു പരിധി വരെ സ്വയംഭരണം അനുവദിച്ചുകൊണ്ട് ഇന്ത്യയെ ഒരു ഫെഡറൽ സംവിധാനത്തിൽ ഒന്നിച്ചു നിർത്തണമെന്നുള്ള വ്യവസ്ഥയിന്മേൽ കോൺഗ്രസും ലീഗും തമ്മിൽ ധാരണയിലെത്താത്തതിനാൽ 1946-ൽ ഇന്ത്യയിലേക്ക് അയക്കപ്പെട്ട ക്യാബിനറ്റ് മിഷൻ പരാജയപ്പെട്ടു. മുസ്ലിം ലീഗിൻ്റെ പാകിസ്ഥാൻ ആവശ്യങ്ങൾക്കുമേൽ സമ്മർദ്ദം ചെലുത്താനായി ജിന്ന പ്രത്യക്ഷ പ്രവർത്തനത്തിന് ഡയറക്റ്റ് ആക്ഷൻ ഡേ ആഹ്വാനം ചെയ്തത് എക്സാമിന് എപ്പോഴും ചോദിക്കുന്നതാണ് 1946 ഓഗസ്റ്റ് 16-നാണ്. എന്നാൽ 1946 ഓഗസ്റ്റ് 16-ന് കൽക്കത്തയിൽ രക്തരൂഷിതമായ കലാപങ്ങൾ പൊട്ടിപ്പുറപ്പെട്ടു. ആക്രമണം ബംഗാളിലെയും ഗ്രാമങ്ങളിലെയും പിന്നീട് ബീഹാറിലേക്കും പിന്നെ അവിടെ നിന്നും കടന്ന് യുണൈറ്റഡ് പ്രൊവിൻസിലെ പഞ്ചാബിലേക്കും വ്യാപിച്ചു. 1947 ഫെബ്രുവരിയിൽ വേവൽ പ്രഭുവിന് പകരം ഇന്ത്യയുടെ വൈസ്രോയായി ചുമതലയേറ്റത് മൗണ്ട് ബാറ്റൺ പ്രഭുവാണ്. മൗണ്ട് ബാറ്റൺ ഒരു അവസാനവട്ട ചർച്ച വിളിച്ചുകൂട്ടി. എന്നാൽ ഇതും വിഫലമാണെന്ന് അങ്ങനെ ചർച്ച പരാജയപ്പെട്ടതോടെ മൗണ്ട് ബാറ്റൺ പറഞ്ഞു അത് ഇന്ത്യ വിഭജിക്കണമെന്ന് പ്രഖ്യാപിച്ചു. ഓഗസ്റ്റ് 15-നാണ് ഔദ്യോഗിക അധികാരമേക്കണമെന്ന് നിശ്ചയിച്ചത്. 1947 ഓഗസ്റ്റ് 15-ന് ഗാന്ധിജി കൽക്കട്ടയിലായിരുന്നു. 24 മണിക്കൂർ ഉപവാസം ഇരുന്ന് ഗാന്ധി ആ ദിനം അടയാളപ്പെടുത്തിയിരിക്കുന്നത് ഓഗസ്റ്റ് 15-ന്. 1948 ജനുവരി 30-ന് വൈകുന്നേരം അദ്ദേഹത്തിൻ്റെ ദൈനംദിന പ്രാർത്ഥനാ യോഗത്തിൽ വെച്ച് യുവാവ് ഗാന്ധിജിയെ വെടിവെച്ച് കൊന്നു. അദ്ദേഹത്തെ വെടിവെച്ച് വീഴ്ത്തിയത് നാഥുറാം വിനായക് ഗോഡ്സെയാണെന്ന് നമുക്കറിയാവുന്നതാണ്. അതേക്കുറിച്ചാണ് പിന്നെ പറയുന്നത്. അപ്പോൾ അത് 1948 ജനുവരി 30 ആ ഡേറ്റ് കൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തെ എബ്രഹാം ലിങ്കൻ്റെ രക്തസാക്ഷിത്വവുമായി താരതമ്യപ്പെടുത്തിയ മാഗസിനാണ് ടൈം മാഗസിൻ. അതുകൂടെ ഒന്ന് ഓർത്തിരുന്നോണം. ഇനി നമുക്ക് ടൈം ലൈൻ ഒന്ന് നോക്കാം. അതാണ് ഈ ഫൈനലായിട്ട് ഈ ചാപ്റ്ററിൻ്റെ കൺക്ലൂഷൻ. 1915 മഹാത്മാഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് ഇന്ത്യയിലേക്ക് തിരികെ എത്തുന്നു. 1917 ചമ്പാരൻ സമരം, 1918 ഖേദ ഗുജറാത്തിലെ കർഷക സ്വഭാവം, അഹമ്മദാബാദിലെ തൊഴിലാളി സമരവും, 1919 റൗലറ്റ് സത്യാഗ്രഹം നിയമവുമായി ബന്ധപ്പെട്ട റൗലറ്റ് സത്യാഗ്രഹം. ഇനി അടുത്ത 19 തന്നെയാണ് ജാലിയൻ വാലാബാഗ്, 21 നിസ്സഹകരണ ഖിലാഫത്ത് പ്രസ്ഥാനങ്ങൾ, 28 ബർദോളി കർഷക സമരം, 29 ലാഹോർ സമ്മേളനത്തിൽ വെച്ച് പൂർണ്ണ സ്വരാജ്യ കോൺഗ്രസിൻ്റെ ലക്ഷ്യമായി അംഗീകരിക്കുന്നു, 30 നിയമലംഘന പ്രസ്ഥാനം ദണ്ഡി സമരം, 31 ഗാന്ധി ഇർവിൻ സന്ധി, 35 ഇന്ത്യ ഗവൺമെൻറ് നിയമം, 31 തന്നെയാണ് രണ്ടാം വട്ടമേയ സമ്മേളനം, അതും കൂടെ ഓർത്തോണേ. 39 കോൺഗ്രസ് മന്ത്രിസഭ രാജിവെക്കുന്നു, 42 ക്വിറ്റ് ഇന്ത്യ സമരം, 1946 വർഗീയ കലാപം അവസാനിപ്പിക്കാൻ ഗാന്ധിജി നവ്കാലിയും മറ്റ് കലാപബാധിത പ്രദേശങ്ങളും സന്ദർശിക്കുന്നു. നമ്മൾ ഇത്രയും നേരം പറഞ്ഞത് +2-ലെ മഹാത്മാഗാന്ധിയും ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ചാപ്റ്ററാണ്. A to Z ഈ ചാപ്റ്ററിൻ്റെ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ഇങ്ങനെ NCERT ചാപ്റ്റേഴ്സ് കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഒരു ഓർഡറിൽ തന്നെ നിങ്ങളത് പഠിച്ചു പോകണം. ഒരു വരി പോലും വിടാതെ മൊത്തം കംപ്ലീറ്റ് ആക്കണം. ഓക്കെ, താങ്ക് യു.